ഹായ്, ട്വിലൈറ്റ് സാഗ എന്ന ഫിലിം സീരീസിന്റെ കഥയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം 3 ചലച്ചിത്രങ്ങളുടെ കഥ പറഞ്ഞു കഴിഞ്ഞു. അവസാനത്തെ ചലച്ചിത്രം 2 ഭാഗങ്ങളായിട്ടായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത്. ട്വിലൈറ്റ് സാഗ ബ്രേക്കിംഗ് ഡോൺ പാർട്ട് 1, ബ്രേക്കിംഗ് ഡോൺ പാർട്ട് 2 എന്നിങ്ങനെയായിരുന്നു അത്. അതിൽ ബ്രേക്കിംഗ് ഡൗൺ പാർട്ട് 1ന്റെ കഥ നമുക്ക് കേൾക്കാം. മുൻഭാഗങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. കഥ ആരംഭിക്കുന്നത് ജേക്കബിൽ നിന്നുമാണ്. ജേക്കബ് വളരെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന അവൻ മഴയത്തൂടെ കാട് ലക്ഷ്യമാക്കി നടന്നു. വേഗത്തിലോടി വേർവോൾഫായി മാറി അവൻ കാടിനകത്തേക്ക് മറഞ്ഞു. പിന്നാലെ അവന്റെ അച്ഛൻ വന്ന് വിളിച്ചെങ്കിലും അവൻ നിന്നതേയില്ല. പുറത്തേക്ക് വീൽചെയറിൽ ഇറങ്ങി വന്ന അച്ഛന്റെ കയ്യിൽ അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണ ഒരു കാർഡ് കിട്ടി. അത് ബെല്ലയുടെയും എഡ്വാർഡിന്റെയും വിവാഹത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കാർഡായിരുന്നു. ബെല്ല ഒരു മനുഷ്യ സ്ത്രീയും എഡ്വാർഡ് ഒരു വാമ്പയറുമാണ്. ഇതേ സമയം മറുവശത്ത് എഡ്വാർഡിന്റെ വീട്ടിലാകട്ടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. എഡ്വാർഡിന്റെ സഹോദരി ആലീസിനായിരുന്നു അതിന്റെ നിയന്ത്രണങ്ങളൊക്കെയും. വിവാഹത്തിന് തയ്യാറായതോടെ വീട്ടിൽ നിന്നും ബെല്ല വസ്തുക്കളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. അവളെ സഹായിക്കാനും അവളോട് സംസാരിക്കാനും എഡ്വാർഡ് എത്തി. എഡ്വാർഡ് അന്ന് അവളോട് അവളറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. പണ്ട് വാമ്പറായ താൻ ഒരു മോൺസ്റ്റർ ആയിരുന്നുവെന്നും ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, അവരുടെ രക്തം കുടിച്ചിട്ടുണ്ട് എന്നവൻ അവളെ അറിയിച്ചു. എന്നിരുന്നാലും താൻ കൊന്നവരൊക്കെയും ദുഷ്ടന്മാരായ മനുഷ്യരായിരുന്നുവെന്നും നല്ലവരായ ഒരാളെപ്പോലും താൻ ഇന്നേവരെ വകവരുത്തിയിട്ടില്ല എന്നും എഡ്വാർഡ് കൂട്ടിച്ചേർത്തു. അതൊക്കെ മറന്നുകളയാനും അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ബെല്ല അവനെ ആശ്വസിപ്പിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് ജാസ്പറും എമ്മറ്റും എത്തിയിരുന്നു. കാട്ടിൽ വേട്ടയ്ക്ക് പോകാൻ എഡ്വാർഡിനെ ക്ഷണിക്കാനെത്തിയതായിരുന്നു അവർ. എഡ്വാർഡിന്റെ ബാച്ചിലർ പാർട്ടി വരുന്നുണ്ടല്ലോ, അതിനുവേണ്ട രക്തവും മറ്റു വസ്തുക്കളും വേണം. അതിനായിരുന്നു അവർ കാട്ടിൽ വേട്ടയ്ക്ക് പോവാൻ തുനിഞ്ഞത്. ബെല്ല പിന്നാലെ ഉറങ്ങാൻ കിടന്നു. രാത്രിയിൽ ദുസ്വപ്നം അവൾ കാണുകയാണ്. വോൾട്ടൂറുകൾക്ക് മുമ്പിൽ വെച്ചായിരുന്നു അവളുടെ വിവാഹം നടന്നത്. വാമ്പേഴ്സിലെ നേതാക്കന്മാരാണ് വോൾട്ടൂറികൾ. പക്ഷേ അന്നത്തെ വിവാഹ ദിവസം മനുഷ്യരായിട്ടുള്ള ബെല്ലയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൊല്ലപ്പെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് അവൾ കണ്ടു. അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. വൈകാതെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുകയായിരുന്നു. ആലീസും റോസ്ലിയും ചേർന്ന് ബെല്ലയെ അണിയിച്ചൊരുക്കാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് ബെല്ലയുടെ അച്ഛൻ ചാർലിയും അമ്മയും വന്നു. ബെല്ലയ്ക്ക് സമ്മാനമായി അവർ മനോഹരമായ കല്ലുകൾ പതിച്ചൊരു ക്ലിപ്പ് കൊടുത്തു. ബെല്ലയുടെ മുത്തശ്ശിയുടെ ക്ലിപ്പായിരുന്നു അത്. വൈകാതെ വിവാഹ വേദിയിലേക്ക് സുന്ദരിയായി ഒരുക്കപ്പെട്ട് ബെല്ല നടന്നെടുക്കുകയാണ്. ചാർലിയുടെ കൈപിടിച്ചായിരുന്നു അൾത്താരയിലേക്കുള്ള നടത്തം. അങ്ങനെ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ദുസ്വപ്നം കാരണം അവൾക്ക് വല്ലാത്ത ഭയം തോന്നിയിരുന്നു. പക്ഷേ എഡ്വാർഡിനെ കണ്ടതും അവളുടെ ഭയമൊക്കെ മാഞ്ഞു. പിന്നാലെ അവർ മംഗളകരമായ രീതിയിൽ വിവാഹിതരായി. പിന്നാലെ സ്വീകരണ ചടങ്ങുകൾ നടന്നു. സ്വീകരണ ചടങ്ങുകൾ നടക്കുമ്പോൾ എഡ്വാർഡിന്റെ അകന്ന ബന്ധത്തിലെ ഡെനാലി ബെല്ലയെ സ്വാഗതം ചെയ്തു. ആ സമയം അവിടെ ബന്ധത്തിൽപ്പെട്ട ഐറീന എന്നൊരു ലേഡിയുമുണ്ടായിരുന്നു. ഐറീനയുടെ കാമുകനായിരുന്നു മുമ്പ് വെയർവോൾഫുകൾ വകവരുത്തിയ ലോറന്റ് എന്ന വാമ്പയർ. ഐറീനയ്ക്ക് അതിൽ വല്ലാത്ത ദേഷ്യം അനുഭവപ്പെട്ടു. വെയർവോൾഫുകളും അവിടുണ്ടല്ലോ. അന്ന് അവളുടെ വിവാഹത്തിന് ജേക്കബും എത്തിയിരുന്നു. ബെല്ലയ്ക്ക് സന്തോഷം തോന്നി. സന്ധ്യയോടെ ജേക്കബിനോട് തനിച്ച് സംസാരിക്കാൻ എഡ്വാർഡ് ബെല്ലയെ ജേക്കബിനടുത്ത് കൊണ്ടാക്കി. ബെല്ലയും ജേക്കബും സംസാരിക്കാൻ ആരംഭിച്ചു. അവൻ കല്യാണത്തിന് വന്നതിന് ജേക്കബിനോടുള്ള നന്ദി ബെല്ലയെ അറിയിച്ചു. സന്തോഷത്തോടെ ജേക്കബും ബെല്ലയും അവിടെ വെച്ച് ചെറുതായൊന്ന് നൃത്തം ചെയ്തു. സംസാരമധ്യത്തിൽ അവരുടെ ഹണിമൂണിനെ പറ്റി സംസാരം വരികയാണ്. ഹണിമൂണിൽ ബെല്ല മനുഷ്യ സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ അവളും എഡ്വാർഡും ഒന്നുചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം അവൾ ജേക്കബിനോട് പറഞ്ഞതും ജേക്കബ് രോഷാകുലനായി. ഒരു മനുഷ്യ സ്ത്രീ വാമ്പയറുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മനുഷ്യ സ്ത്രീക്ക് അത് താങ്ങാൻ സാധിക്കില്ലെന്നും അവൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും ജേക്കബ് വല്ലാതെ ഭയന്നിരുന്നു. അതിന്റെ പേരിൽ ജേക്കബ് ബെല്ലയുമായി പ്രശ്നമുണ്ടാക്കി. ദേഷ്യത്തിൽ എഡ്വാർഡിനോടും അവൻ കലഹിക്കാൻ ചെന്നു. ജേക്കബിനെ തടഞ്ഞു നിർത്തിയത് വെയർവോൾഫുകളായ ജേക്കബിന്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. ജേക്കബ് പിന്നാലെ അവിടെ നിന്ന് കാടിനകത്തേക്ക് പോയി. കല്യാണത്തിന്റെ അന്ന് രാത്രി തന്നെ എഡ്വാർഡും ബെല്ലയും അവരുടെ ഹണിമൂണിനായി പുറപ്പെട്ടിരുന്നു. റിയോ ഡെ ജനീരിയോ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്കായിരുന്നു അവർ പോയത്. അവിടെ സന്തോഷത്തോടെ അവർ ഒരുപാട് സമയം ചിലവഴിച്ചു. ആദ്യമായി അവർ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. പക്ഷേ പിറ്റേ ദിവസം പുലർച്ചെ ബെല്ലയുടെ ശരീരത്തിൽ മുഴുവൻ ചതവുപാടുകളും മറ്റുമുണ്ടായിരുന്നു. അവളൊരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് എഡ്വാർഡിന്റെ ശക്തി അങ്ങനെ താങ്ങുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. എഡ്വാർഡ് അതിന് ബെല്ലയോട് ക്ഷമ ചോദിച്ചു. ബെല്ല അവനെ ആശ്വസിപ്പിച്ചു. പിന്നീട് ഹണിമൂണിന്റെ ദിവസങ്ങൾ അവർ സന്തോഷത്തോടെ ചിലവഴിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു വീടെടുത്ത് അവർ താമസം ആരംഭിച്ചിരുന്നു. അവരുടെ
അവരുടെ വീട് ക്ലീൻ ചെയ്യാനും അവരെ സഹായിക്കാനും അങ്ങോട്ടേക്ക് രണ്ടുപേരെത്തി. അതിലെ ലേഡിക്ക് എഡ്വാർഡിനെ കണ്ട് എഡ്വാർഡ് ഒരു വാമ്പയർ ആണോ എന്ന് സംശയം തോന്നിയിരുന്നു. ബെല്ലയെ കൊല്ലാനായിട്ടാണോ അവൻ കൊണ്ടുവന്നത് എന്നും അവർ ചിന്തിച്ചു. പിറ്റേന്ന് ദിവസം ഞെട്ടിയെഴുന്നേൽക്കുന്ന ബെല്ല രാവിലെ തന്നെ ഛർദ്ദിക്കുകയാണ്. വല്ലാത്തൊരു അസ്വസ്ഥത അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. അവളുടെ വയറിന്റെ വലിപ്പം കൂടി വരുന്നു. അവൾ അസ്വസ്ഥമാകുന്നു. പീരീഡ്സിന്റെ ഡേറ്റ് തെറ്റിയിട്ടുണ്ട്. താൻ ഗർഭിണിയാണോ എന്ന് ബെല്ല സംശയിച്ചു. അവൾ അക്കാര്യം എഡ്വാർഡിനോട് പറഞ്ഞു. എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയായിരുന്നു എഡ്വാർഡ്. ആ സമയമാണ് തന്റെ വിഷനിലൂടെ ബെല്ലയ്ക്കെന്തോ ആപത്ത് വരുന്നു എന്ന് കണ്ട് ആലീസ് അവളെ വിളിക്കുന്നത്. ആലീസിനോട് ബെല്ല കാര്യങ്ങൾ പറഞ്ഞു. താൻ ഗർഭിണിയാണോ എന്ന് സംശയിക്കുന്നു എന്ന വിവരവും അറിയിച്ചു. ബെല്ലയിൽ നിന്ന് ഫോൺ വാങ്ങി അച്ഛനായ കാർലൈലിനോട് എഡ്വാർഡ് സംസാരിക്കുകയാണ്. ഇത് ഇത്തരത്തിൽ നടക്കുന്ന ഒന്നാണോ? ഇത്ര വേഗം ഒരാൾ ഗർഭിണിയാകുമോ? തന്റെ സംശയങ്ങൾ അവൻ കാർലൈലിനോട് ചോദിച്ചു. കാർലൈലിന്റെ നിർദ്ദേശപ്രകാരം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വേഗം ഫോക്സിലേക്ക് മടങ്ങാൻ അവർ തീരുമാനിച്ചിരുന്നു. ഈ സമയം ആ വീട്ടിലെ വേലക്കാരി ബെല്ല ജീവനോടെയുണ്ടോ എന്നറിയാൻ എത്തിയിരുന്നു. ബെല്ല ഗർഭിണിയാണെന്ന് കണ്ടതും അവർ പറഞ്ഞു, ഇത് നിന്റെ മരണത്തിന് തന്നെ കാരണമാകും. പക്ഷേ എഡ്വാർഡ് പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ വയറ്റിൽ നിന്ന് അതിനെ കാർലൈൽ നീക്കം ചെയ്യും, നീ സുരക്ഷിതയായിരിക്കും. പക്ഷേ എഡ്വാർഡിന്റെ ആ പറച്ചിൽ ബെല്ലയ്ക്ക് സങ്കടമുണ്ടാക്കിയിരുന്നു. തന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അന്ന് അവിടെ നിന്ന് പോരുന്ന സമയത്ത് എഡ്വാർഡ് കാണാതെ ബെല്ല റോസലിയെ വിളിച്ചു. അവളുടെ സഹായം അഭ്യർത്ഥിച്ചു. എല്ലാവരും തന്റെ കുഞ്ഞിനെ കൊല്ലണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവൾ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ, തന്റെ ബോഡി ഗാർഡായി നിൽക്കാൻ ബെല്ല അവളോട് ആവശ്യപ്പെട്ടു. റോസ്ലിയും സ്നേഹത്തോടെ അതിന് സമ്മതിച്ചു. ഇതേസമയം മറുവശത്ത് വീട്ടിലെത്തിയ ജേക്കബ് അച്ഛൻ ബില്ലിയിൽ നിന്ന് ബെല്ലയെ പറ്റിയുള്ള വാർത്തയറിയുന്നു. ബെല്ല ഫോക്സിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടില്ലെന്നും അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത് എന്നുമായിരുന്നു അച്ഛൻ പറഞ്ഞത്. ജേക്കബിന് ചില സംശയങ്ങൾ തോന്നി. കുള്ളൻസിന്റെ വീട്ടിലേക്ക് ജേക്കബ് വേഗം പുറപ്പെട്ടു ചെല്ലുകയാണ്. യാഥാർത്ഥ്യത്തിൽ ബെല്ലയും എഡ്വാർഡും തിരികെ എത്തിയിട്ട് 2 ആഴ്ച പിന്നിട്ടിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ജേക്കബിനെ റോസലി തടയുകയാണ്. ബെല്ല പക്ഷേ റോസലിയോട് അത് ജേക്കബാണെന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞപ്പോ റോസലി അവനെ അകത്തേക്ക് കടത്തി വിട്ടു. ബെല്ലയ്ക്കടുത്തേക്ക് ജേക്കബ് എത്തി. ബെല്ലയുടെ മുഖം വല്ലാതെ വിളറി വെളുത്തിരുന്നു. അവളാകെ ക്ഷീണിതയായി കാണപ്പെടുന്നു. ഒരു നിറഗർഭിണിയെപ്പോലെ അവളുടെ വയറ് വീർത്തു വന്നിരുന്നു. ജേക്കബ് അത് കണ്ടു. ഗർഭാവസ്ഥയിലാണെങ്കിലും ആ കുട്ടി വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജനിക്കാൻ പോകുന്ന കുട്ടി ഒരു മോൺസ്റ്റർ ആകുമോ എന്ന് എഡ്വാർഡിന് ഭയമുണ്ടായിരുന്നു. ജേക്കബ് ആകട്ടെ ആ കുട്ടി ജനിച്ചാൽ ബെല്ല കൊല്ലപ്പെടുമോ എന്ന തരത്തിൽ ഭയന്നു. കാർലൈലിനോട് എത്രയും വേഗം കുട്ടിയെ ഇല്ലായ്മ ചെയ്യണം എന്ന് ജേക്കബ് ആവശ്യപ്പെട്ടു. പക്ഷേ ബെല്ല അതിനെ എതിർക്കുകയാണ്. ആലീസിനോട് ഭാവി നോക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ബെല്ലയുടെയും കുട്ടിയുടെയും ഭാവി കാണാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് ആലീസ് അറിയിച്ചു. അതോടെ അവിടെ മൊത്തത്തിൽ പ്രശ്നമാവാൻ ആരംഭിച്ചു. ബെല്ലയുടെ ജീവൻ രക്ഷിക്കാൻ കുട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതാണ് നല്ലത് എന്നെല്ലാവരും പറഞ്ഞെങ്കിലും ബെല്ല അതിന് സമ്മതിച്ചില്ല. റോസലിയും ബെല്ലയെ സപ്പോർട്ട് ചെയ്ത് ബെല്ലയുടെ കൂടെ നിന്നു. എഡ്വാർഡ് ജേക്കബിനോട് തനിച്ച് സംസാരിച്ചു. ബെല്ലയോട് സംസാരിക്കണമെന്നും അവളുടെ മനസ്സ് മാറ്റണമെന്നും അവളുടെ ജീവൻ പ്രധാനമാണ് എന്നും ജേക്കബിനോട് എഡ്വാർഡ് അപേക്ഷിച്ചു. അപ്രകാരം ജേക്കബ് തനിച്ച് ബെല്ലയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബെല്ല തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടായിരുന്നില്ല. അതോടെ ദേഷ്യം വന്ന ജേക്കബ് പുറത്തേക്കൂടി ഒരു വെയർവോൾഫായി മാറി കാടിനകത്തേക്ക് പോയി. പിന്നാലെ അവിടെ നിന്ന് ഓടിപ്പോയ ജേക്കബ് തന്റെ പാക്കിനടുത്തേക്ക് എത്തിച്ചേർന്നു. മറ്റ് വെയർവോൾഫുകളെ വിളിച്ചു വരുത്തിയവൻ എല്ലാവരോടും ബെല്ല ഗർഭിണിയായിരിക്കുന്ന കാര്യവും വാമ്പയറും മനുഷ്യനും ചേർന്ന ഒരു കുഞ്ഞിനാണ് അവൾ ജന്മം കൊടുക്കാൻ പോകുന്നത് എന്ന കാര്യവും അറിയിച്ചു. അവരുടെ ആൽഫയായ സാം ഉടൻ അവരോട് പറഞ്ഞു, ആ കുഞ്ഞിന് എല്ലാവർക്കും ഭീഷണിയാണ്. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവനൊരു പക്ഷേ മനുഷ്യരക്തത്തോടുള്ള ആസക്തി അടക്കി നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ബെല്ലയെ നമ്മൾ കൊന്നുതള്ളണം. പക്ഷേ അത് അംഗീകരിക്കാൻ ജേക്കബിനൊരിക്കലും സാധിക്കില്ലായിരുന്നു. ബെല്ലയെ കൊല്ലണമെന്ന തീരുമാനം സാം ആവർത്തിച്ചു. ആൽഫയായതുകൊണ്ട് സാമിന്റെ തീരുമാനം ബാക്കിയുള്ള വെയർവോൾഫുകൾക്ക് അംഗീകരിക്കണമായിരുന്നു. പക്ഷേ ജേക്കബിന് ബെല്ലയോടുള്ള ഇഷ്ടം അതിനേക്കാൾ ഉപരിയായിരുന്നു. ധൈര്യപൂർവ്വം അവൻ എഴുന്നേറ്റ് സാമിനെതിരെ നിന്നു. താൻ ചീഫിന്റെ മകനാണെന്നും അതുകൊണ്ട് താനും ഒരു ആൽഫയാണെന്നും പറഞ്ഞ് അവൻ സാമിനെ എതിരിട്ടു. നീ പറയുന്നതനുസരിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് സാം മാറി. അങ്ങനെ വെയർവോൾഫ് പാക്ക് 2 സംഘങ്ങളായി പിരിഞ്ഞു. പിന്നാലെ ജേക്കബ് കുള്ളൻസിന്റെ അടുത്തെത്തി സാമിന്റെയും സംഘത്തിന്റെയും ബെല്ലയെ കൊല്ലാനുള്ള തീരുമാനത്തെ പറ്റി അറിയിക്കുന്നു. ബെല്ലയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു യുദ്ധത്തിന് അവർ തയ്യാറെടുത്തു. ജേക്കബും ലില്ലിയും സെത്തും ബെല്ലയെ സംരക്ഷിക്കാൻ പുറത്ത് കാവൽ നിന്നു. ഇതേ സമയം ബെല്ലയുടെ ഗർഭാവസ്ഥ വളരെ വേഗം പുരോഗമിക്കുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനുഷ്യരുടെ ഭക്ഷണമൊന്നും കഴിക്കാൻ അവൾക്ക് സാധിക്കുന്നേയുണ്ടായിരുന്നില്ല. അവൾ കൂടുതൽ അവശതയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തമാശയായി ജേക്കബ് പറഞ്ഞു, കുഞ്ഞിന് ചിലപ്പോ വേണ്ടത് മനുഷ്യരക്തമായിരിക്കും. പെട്ടെന്ന് കുള്ളൻസ് അതിനെപ്പറ്റി ആലോചിച്ചു. അതൊന്ന് പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അവരങ്ങനെ
അവരങ്ങനെ കാർലയിൽ ആശുപത്രിയിൽ നിന്ന് സംഘടിപ്പിച്ച രക്തത്തിൽ കുറച്ച് ബെല്ലയ്ക്ക് കൊടുത്തു നോക്കുകയാണ്. ബെല്ല അത് കുടിച്ചതും കൂടുതൽ എനർജറ്റിക് ആയി. അവളുടെ മുഖമൊന്ന് തെളിഞ്ഞു. കുഞ്ഞിന് രക്തവും കുടിക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ അവർ പിന്നീട് ബെല്ലയ്ക്ക് രക്തം കൊടുത്തു തുടങ്ങി. ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന രക്തം ബെല്ലയ്ക്കായി അവർ കൊടുത്തുകൊണ്ടിരുന്നു. ബെല്ലയുടെ ഗർഭം വളരെ വേഗം പുരോഗമിച്ചു. ഒരു വാമ്പയറിന്റെയും മനുഷ്യ സ്ത്രീയുടെയും കുഞ്ഞായതുകൊണ്ട് സ്വാഭാവിക ഗർഭധാരണവും ഗർഭാവസ്ഥയിലുള്ള വളർച്ചയുമായിരുന്നില്ല ബെല്ലയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഏറെക്കുറെ പൂർണ്ണ ഗർഭാവസ്ഥയിലെത്തിയപ്പോൾ കുഞ്ഞിന്റെ ചിന്തകൾ എഡ്വാർഡിന് വായിക്കാൻ കഴിഞ്ഞു. ആ കുഞ്ഞ് നല്ലൊരു മനുഷ്യക്കുഞ്ഞാണെന്നും വളരെ നല്ല ചിന്തകളാണ് കുഞ്ഞിനുള്ളത് എന്നും അവൻ മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് കുഞ്ഞിനോടുള്ള അവന്റെ ദേഷ്യവും മറ്റും മാറി. കുഞ്ഞിനെ അവൻ സ്നേഹിക്കാൻ ആരംഭിച്ചു. രാത്രിയിൽ കുള്ളൻസിന് കാവൽ നിന്നിരുന്ന മറ്റ് വെയർവോൾഫുകളുടെ ശ്രദ്ധ തിരിച്ച് ജേക്കബ് കാർലൈലിനും എമ്മറ്റിനും മറ്റും വേട്ടയാടാൻ പോവാൻ അവസരമൊരുക്കി കൊടുത്തു. അവരത് മനസ്സിലാക്കിയപ്പോഴേക്കും കുള്ളൻസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഈ സമയം വീടിനകത്ത് ബെല്ല ജേക്കബിനോട് സംസാരിക്കുകയാണ്. കുഞ്ഞിനിടാൻ താൻ തീരുമാനിച്ച പേരുകൾ ബെല്ല ജേക്കബിനോട് പറഞ്ഞു. ഒരു ആൺകുട്ടിയാണെങ്കിൽ എഡ്വാർഡും ജേക്കബും ചുരുക്കി ഈജെ എന്നും, പെൺകുട്ടിയാണെങ്കിൽ അമ്മമാരുടെ പേര് ചുരുക്കി റെനസ്മി എന്നിടാമെന്നുമായിരുന്നു അവളുടെ തീരുമാനം. പേരുകൾ പറഞ്ഞു കഴിഞ്ഞതിന് പിന്നാലെ അവൾക്ക് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. അവളുടെ പ്രസവം അടുത്തിരുന്നു. സ്വാഭാവിക പ്രസവം ഒട്ടും പോസിബിൾ ആയിരുന്നില്ല. കുഞ്ഞിന്റെ നീക്കങ്ങൾ കാരണം ബെല്ലയുടെ എല്ലുകളടക്കം ഒടിഞ്ഞിരുന്നു. വേദന കൊണ്ട് അവൾ പൊളഞ്ഞു. കാർലയിലാണെങ്കിൽ വേട്ടയ്ക്ക് പുറത്തു പോയിരിക്കുകയാണ്. ഒടുവിൽ റോസലി സി സെക്ഷനിലൂടെ അവളെ പുറത്തെടുക്കാനുള്ള തീരുമാനത്തിലെത്തി. പക്ഷേ റോസാലി അവളുടെ വയറിൽ കത്തിവെച്ച് മുറിവുണ്ടാക്കി കഴിഞ്ഞപ്പോൾ രക്തം കണ്ട് അവളുടെ നിയന്ത്രണം വിടാൻ ആരംഭിച്ചു. അത് കണ്ട് എഡ്വാർഡ് കത്തി ഏറ്റുവാങ്ങി ബാക്കി കാര്യങ്ങൾ ചെയ്തു. ഒടുവിൽ സുരക്ഷിതമായി കുട്ടിയെ എഡ്വാർഡ് തന്നെ പുറത്തെടുത്തു. അതൊരു പെൺകുഞ്ഞായിരുന്നു. ബെല്ലയിട്ട പോലെ റെനസ്മി എന്ന പേര് വിളിച്ച് അവൻ അവളെ അഭിസംബോധന ചെയ്തു. ആ പ്രസവത്തിൽ ബെല്ലയുടെ ഹൃദയമിടിപ്പ് നിലച്ചിരുന്നു. അവൾ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു. ഇത് കണ്ട് അവിടുണ്ടായിരുന്ന ജേക്കബ് വല്ലാതെ ദുഃഖിതനായി. ബെല്ലയെ രക്ഷിക്കാൻ മറ്റു വഴികളില്ലെന്ന് കണ്ടതും തന്റെ വെനം എഡ്വാർഡ് അവളുടെ ദേഹത്തേക്ക് കുത്തിവെച്ചു. അപ്പോഴും അവൾ കണക്കമൊന്നുമുണ്ടായിരുന്നില്ല. ബെല്ല എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നായിരുന്നു ജേക്കബ് വിശ്വസിച്ചത്. ദുഃഖത്തോടെ അവൻ പുറത്തേക്കിറങ്ങി. കുഞ്ഞ് ജീവനോടെയുണ്ട്, ബെല്ല മരിച്ചു എന്നറിയുന്ന വെയർവോൾഫിന്റെ പാക്കാവട്ടെ ജേക്കബ് തങ്ങളെ ചതിച്ചതാണ് എന്ന് ചിന്തിച്ച് കുട്ടിയെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്താൻ ആരംഭിച്ചു. ഇതേസമയം ജേക്കബിനും കുട്ടി കാരണമാണ് ബെല്ല മരിച്ചത് എന്നൊരു ചിന്ത വന്നിരുന്നു. ആ കുട്ടിയെ കൊലപ്പെടുത്താൻ വേണ്ടി ജേക്കബ് അകത്തേക്ക് കയറി ചെന്നു. റോസലിയുടെ സംരക്ഷണത്തിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. അകത്തേക്ക് ജേക്കബ് കയറി വന്നതും ആ കുട്ടിയുടെ കണ്ണുകൾ അവന്റെ കണ്ണിലുടക്കി. അവളെ കണ്ടതും ജേക്കബിന് എന്തോ ഒന്ന് അനുഭവപ്പെട്ടു. പണ്ട് ബെല്ലയോട് പറഞ്ഞ പോലെ കുട്ടിയെ സംരക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ അവളിൽ ഇംപ്രിന്റ് ചെയ്തു. വെയർവോൾഫുകളുടെ ഏറ്റവും കടുത്ത തീരുമാനമാണത്. Center shifts. The earth holding you here. Be anything she needs. Protect her. ഒരു വെയർവോൾഫ് തന്റെ സോൾമേറ്റിനെ കണ്ടെത്തി എതിരിലുള്ള വ്യക്തിയെ ഇംപ്രിന്റ് ചെയ്താൽ അവന്റെ പാക്കിലുള്ള ആരും ഇംപ്രിന്റ് ചെയ്ത് ആ വ്യക്തിയെ ഉപദ്രവിക്കുകയേയില്ല. ജേക്കബ് ആ കുട്ടിയെ ഇംപ്രിന്റ് ചെയ്തതോടെ വെയർവോൾഫുകളുടെ നിയമപ്രകാരം പാക്കിന് അവളെ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ സാധിക്കില്ലായിരുന്നു. ഇതേസമയം വീടിന് പുറത്ത് വെയർവോൾഫിന്റെ സംഘം എത്തി. അവരെ തടയാൻ വേണ്ടി ആലീസും അവിടെ ഉണ്ടായിരുന്ന വാമ്പേഴ്സും ശ്രമിച്ചു. ഏറ്റുമുട്ടൽ നടന്നു. പക്ഷേ അവർക്ക് വെയർവോൾഫുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാർലയിലും മറ്റുള്ളവരും എത്തി. പോരാട്ടം കനത്തുകൊണ്ടിരിക്കെ ജേക്കബ് പുറത്തേക്ക് വരികയാണ്. ജേക്കബ് സാമിനോട് റെനസ്മിക്കുമേൽ താൻ ഇംപ്രിന്റ് ചെയ്തുവെന്നും നിയമം വെച്ച് അവർക്കിനി അവളെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നും പറയുകയാണ്. അതോടെ ആ വെയർവോൾഫ് പാക്ക് അവിടെ നിന്ന് കാട്ടിലേക്ക് മടങ്ങി. ഇതേസമയം മരണപ്പെട്ടു എന്ന് ഏവരും കരുതിയിരുന്ന ബെല്ലയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഒടിഞ്ഞ എല്ലുകൾ താനെ സുഖപ്പെട്ടു. അവളുടെ മുറിവുകൾ താനെ സുഖപ്പെട്ടു വരാൻ തുടങ്ങി. അവളുടെ ശരീരത്തിലെ രക്തം ഐസ് പോലെ തണുത്തുറഞ്ഞു. ഒടുവിൽ അവൾ കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകൾ ചുവന്ന കളറിലേക്ക് മാറിയിരുന്നു. ഒരു ന്യൂബോൺ വാമ്പയറായി അവൾ മാറിയിരിക്കുന്നു. ട്വിലൈറ്റ് സാഗയിലെ ബ്രേക്കിംഗ് ഡോണിന്റെ ആദ്യ അധ്യായം ആ ദൃശ്യത്തിൽ അവസാനിക്കുകയാണ്. പിന്നീട് ഒരു ടൈലന്റ് കൂടി വരുന്നുണ്ട്. അവിടെ ബെല്ല വാമ്പയറായ വിവരവും ബെല്ലയുടെയും എഡ്വാർഡിന്റെ കുട്ടിയെ പറ്റിയും വാൾട്ടൂരി അറിയുന്നുണ്ട്. വാൾട്ടൂരിയുടെ പുതിയ സെക്രട്ടറിയായ ബ്രിയാങ്കിയെ കാർലൈലിന്റെ പേരെഴുതിയപ്പോൾ അതിൽ ലെസ്സില്ലാതെ എഴുതിയതിന് വാൾട്ടൂരി
വോൾട്ടൂരുകൾ ചേർന്നു കൊന്നു. ഈ സമയം തനിക്കും ആരോയ്ക്കും കയസിനും കുള്ളൻസുമായി ഒരിടപാടുകളുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് മാർക്കസ് പറഞ്ഞു. പക്ഷേ അങ്ങനല്ല, ചിലതൊക്കെയുണ്ട് എന്നായിരുന്നു ആരോയുടെ മറുപടി. കുള്ളൻസിന്റെ സംഘം കുടുംബം ഇങ്ങനെ വളർത്തുന്നതിൽ ആരോയ്ക്കെന്തോ എതിർപ്പുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. വോൾട്ടൂരുകൾ കുള്ളൻസിനെതിരെ വരുമോ? എന്താവും ഇനി സംഭവിക്കുക? അടുത്ത അധ്യായത്തിൽ അതെന്താണെന്ന് നമുക്ക് കാണാം. ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.